ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മളുടെ ഈ ഭഗവത്ഗീത ഓവർവ്യൂ ക്ലാസ് അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് സ്വാഗതം. ഇതൊരു 18 ദിവസത്തെ ഭഗവത്ഗീത സെഷനാണ്. ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചിട്ട് നമുക്ക് ഇന്നത്തെ റെസ്പോൺസ് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് മുതൽ 18 ദിവസം നമ്മൾ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിലേക്ക് ഈ ഒരു തീരുമാനമെടുത്ത് വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഇതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗീത രഹസ്യം എന്നാണ് ഈ ഒരു കോഴ്സിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണവും കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് കൈ ഉയർത്തിയിരിക്കുന്ന എല്ലാ ഭക്തരും കൈ താഴ്ത്തിയിടാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും തീരുമാനിച്ച ഈ തീരുമാനത്തിന് ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഈ സെഷനിലേക്ക് വന്ന എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പഠനം തീർച്ചയായും തികച്ചും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ആചാര്യനായ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന ആ ഗ്രന്ഥത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു പഠനമായിരിക്കും. ശില പ്രഭുപാദർ ഭഗവത്ഗീതയ്ക്ക് പരിഭാഷ നൽകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു മാതാജി അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, ഇത്രയും ഭഗവത്ഗീത ഇന്ന് മാർക്കറ്റിലുള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെ ഒരു
മറ്റൊരു ഭഗവത്ഗീത കൂടി എഴുതാനായിട്ട് മുതിരുന്നത്. ശ്രീല പ്രഭുപാദ് അന്ന് പറയുകയുണ്ടായി, മറ്റ് പല ഭഗവത്ഗീതകൾ ഉണ്ടെങ്കിലും അതെല്ലാം അവരവരുടെ മനസ്സിൽ തോന്നുന്ന വ്യാഖ്യാനങ്ങൾ എഴുതി അതിനെ ഒരു വിചിത്രമായ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുകയായിരുന്നു. യഥാർത്ഥമായ ഭഗവത്ഗീത അതിൻ്റെ വ്യാഖ്യാനം ഉള്ള ഒരു ബുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭഗവത്ഗീത എഴുതാൻ മുതിരുന്നത് എന്ന് ശ്രീല പ്രഭുപാദ് പറയുകയുണ്ടായി. അതിൻ്റെ ഫലം നമ്മൾ ഇസ്കോൺ സ്ഥാപിച്ച് അമേരിക്കയിൽ അടുത്ത 4 വർഷത്തിനകം അതിൻ്റെ അതിഭയങ്കരമായ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമം നമുക്ക് കാണാൻ സാധിച്ചു. മറ്റ് ധാരാളം ഭഗവത്ഗീത ഉള്ളപ്പോൾ അതെല്ലാം ലൈബ്രറികളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പൊടിപടലങ്ങളൊക്കെ പിടിച്ചിരുന്നപ്പോൾ ഈ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ഗ്രന്ഥം അമേരിക്കയിലെ യുവാക്കളായ ജനങ്ങളെ ഒരുപാട് മാറ്റുകയും അന്നത്തെ കാലത്ത് പോലും ഭാരതത്തില് പല സ്ത്രീകളും സാരി ഉടുക്കാൻ മടിച്ചപ്പോൾ അമേരിക്കയിലെ യുവാക്കളായ സ്ത്രീകൾ സാരി ഉടുത്ത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് അനുസരിച്ച് ജീവിക്കാൻ തത്പരരാവുകയും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാൻ നാമോച്ചാരണത്തോടുകൂടി അമേരിക്കൻ നഗരങ്ങളിൽ വീഥികളിൽ കൂടി ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടക്കുകയും ഇതെല്ലാം കാണാൻ ഇടയായി. അതുപോലെ തന്നെ യുവജനങ്ങളായിട്ടുള്ള പുരുഷന്മാരും അതുപോലെ തന്നെ ഭഗവത് നാമത്തിൻ്റെ ഒത്ത് നൃത്തം ചെയ്ത് മൃദംഗവും വായിച്ച് നമ്മുടെ സംസ്കാരം സ്വീകരിക്കാൻ തയ്യാറായത് അത്ര വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഭഗവത്ഗീതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിജയമായ രഹസ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഏതാണ്ട് 1000-ൽ പരം സെന്ററുകൾ, 300-ൽ പരം 350-ഓളം ക്ഷേത്രങ്ങളും 1000-ൽ പരം സെന്ററുകളുമുള്ള ഒരു സംഘടനയാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാദർ, ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് ഇത് സ്ഥാപിച്ച് ഇതിനെ ഇത്രയും വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രചനയായ ഭഗവത്ഗീതയുടെ ഭാഷ്യം നൽകിയതാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനയാണെന്നല്ല പറഞ്ഞതർത്ഥം. ഭഗവത്ഗീത തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ കൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുത്ത ആ മഹത്തായ ജ്ഞാനം അതിനെ യഥാർത്ഥ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സെഷനിൽ കൂടി ഈ 18 ദിവസങ്ങളിലെ ഈ ഒരു പ്രയത്നത്തിൽ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭഗവത്ഗീതയുടെ യഥാർത്ഥമായ അർത്ഥം എന്താണ് എന്ന് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നത്. കാരണം ഇതിന് മുതിരുന്ന ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു ചുവട്ടുപടിയായി തന്നെ മാറും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ഇതിനെ കേൾക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്ന വിഷയം നമ്മളിൽ പലരും ഒരു പക്ഷേ വായിച്ചിട്ട്, കുറച്ച് ആൾക്കാർ വായിച്ചിട്ടുള്ളവരുണ്ടാകാം, ചില ആൾക്കാർ വായിച്ചിട്ട് ഇല്ലാത്തവരുണ്ടാവാം. 2 തരത്തിലുള്ള ആൾക്കാർക്കും ഇതിനെ 2 തരത്തിൽ ഈ ഒരു കോഴ്സ് ഗുണം ചെയ്യുന്നതായിരിക്കും. ചിലര് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവാം, ചിലര് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാവാം. ആരായിരുന്നാലും ഈ ഒരു ഭഗവത്ഗീത പാഠം കൊണ്ട് നമുക്ക് വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയൊരു നേട്ടം തന്നെ സാധിക്കും എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പുണ്ട്.
നമ്മൾ ഈ ഒരു സെഷനിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 4 ലെസൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 4 ലെസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ 4 പാഠങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ഗീതാ രഹസ്യം എന്ന പേര് നൽകാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ശ്ലോകമുണ്ട്. സയേവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഞാൻ നിങ്ങളോടെല്ലാവരോടും ക്ഷമ യാചിക്കുന്നു, കാരണം ഇത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസന്റേഷനാണ്. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദാറ്റ് വെരി ഏൻഷ്യന്റ് സയൻസ് ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ സുപ്രീം ഈസ് ടുഡേ told by me to you because you are my devotee as well as my friend and can therefore understand the transcendental mystery of this science. ഇവിടെ ഈ രഹസ്യം എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, സയേവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഈ ഒരു രഹസ്യപരമായ ജ്ഞാനം ഞാൻ നിനക്ക് നൽകാൻ കാരണം നീ എൻ്റെ സുഹൃത്തും എൻ്റെ ഭക്തനും ആയതുകൊണ്ടാണ്. സോ ഈ ഒരു കാരണമാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷന് ഭഗവത്ഗീത രഹസ്യം എന്ന് പേര് നൽകാൻ ഇടയായത്. കാരണം ഏറ്റവും രഹസ്യപരമായ ഭഗവാന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി ലഭിക്കുന്നത്. ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ശ്രീല പ്രഭുപാദർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതാണ് നമ്മളുടെ ഈ സെഷന്റെ ലെസൺ നമ്പർ 1. ഭഗവത്ഗീത യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ ഒരു വിധത്തിലുള്ള പ്രീ ക്വാളിഫിക്കേഷനും ഇല്ല എന്ന് തന്നെ അറിയാം. അത് ശ്രീല പ്രഭുപാദർ ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷനിൽ വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും വേണമെന്നില്ല. ഒരു PhDയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ അല്ലെങ്കിൽ ഒരു ലോയർക്കോ മാത്രമേ ഭഗവത്ഗീത പഠിക്കാൻ പറ്റൂ എന്ന് ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ശ്രീല പ്രഭുപാദരോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആചാര്യന്മാരോ അങ്ങനെ പറയുന്നില്ല. കാരണം അത് പഠിക്കണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. എന്നാൽ ശ്രീല പ്രഭുപാദർ തൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഒരു കാര്യം മാത്രം നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ ലെസൺ നമ്പർ 1. നമ്മൾ തീർച്ചയായിട്ടും 4 ലെസൺസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ഭഗവത്ഗീതയെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായ രീതിയിൽ ഭഗവത്ഗീതയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന തത്വത്തെ നമ്മൾ അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി എങ്കിലും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പൊ തിയററ്റിക്കലായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ അത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദർ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, ഭഗവത്ഗീത ഓർ ദ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അർജുന, ദ പേഴ്സൺ ഹു ഈസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഭഗവത്ഗീത, വി ഷുഡ് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി accept Sri Krishna as the Supreme Personality of Godhead. And with that submissive spirit, we can understand the Bhagavad Gita.
സോ ഈ ഒരു പോയിന്റാണ്, വി ഷുഡ് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി അക്സെപ്റ്റ് ശ്രീകൃഷ്ണ ആസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് തിയററ്റിക്കലി അല്ലിസ്റ്റ് നമ്മൾ ഒരു മനസ്സിൽ അതിന് സാങ്കല്പികമായിട്ട് മാത്രമെങ്കിലും ആ ഒരു തത്വത്തെ നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് നോക്കാം ശ്രീല പ്രഭുപാദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഇതിന് വേറെ ഏതെങ്കിലും ആധികാരികതയുണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലെസൺ 1ലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലെസൺ 1 പറയുന്നത് ഇത് തന്നെയാണ്. അതായത് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി അക്സെപ്റ്റ് ശ്രീ കൃഷ്ണ ആസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് തിയററ്റിക്കലി എങ്കിലും നമ്മൾ അംഗീകരിക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലെസൺ 1. ഇതിനുള്ള ആധികാരികത എന്താണ്? ഞാൻ കാണിക്കുന്ന സ്ക്രീൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, കാണാം പ്രഭു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ഇതിന്റെ ആധികാരികതയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്കിതിനുള്ള കാര്യം കാണാൻ സാധിക്കും. ബ്രഹ്മസംഹിതയിൽ ശ്രീ ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈശ്വര പരമാ കൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ് ചെയ്യുന്നത്. ഈശ്വര പരമ കൃഷ്ണ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ എന്നൊരർത്ഥമുണ്ട്. കൺട്രോളർ എന്ന പദം ഭൗതികപരമായിട്ടും നമ്മൾ ഏത് തലത്തിൽ നമ്മൾ നോക്കിയാലും നമുക്ക് ഒരു കൺട്രോളറെ കാണാം. ഈവൻ ഒരു ഉറുമ്പ് പോലും സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഒരു നേതൃസ്ഥാനത്ത് ഒരു ഉറുമ്പ് നിന്നുകൊണ്ട് മറ്റു പുറകെ വരുന്ന ഉറുമ്പുകളെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പശുക്കളെ മേയ്ക്കുമ്പോൾ തന്നെ ഏറ്റവും മുമ്പിൽ ഒരു പശു നടന്നുകൊണ്ട് പോകുന്നത്, അതിൻ്റെ പിറകെ മറ്റു പശുക്കളെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ പശു അല്ലെങ്കിൽ മുൻപിൽ നടക്കുന്ന പശു മറ്റുള്ള പശുക്കളുടെ ഒരു കൺട്രോളറായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഉറുമ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു ഉറുമ്പ് മുൻപേ കൺട്രോൾ ചെയ്ത് നടന്നു പോകുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്ന ഉറുമ്പുകളെല്ലാം പോകുന്നു. അപ്പോൾ ആ മറ്റു ഉറുമ്പുകളുടെ ഈശ്വരനാണ് ആ മുൻപിൽ പോകുന്ന ഉറുമ്പ്. എന്നാൽ നമ്മൾ ഒരു ഹോസ് എടുത്ത് ഒരു വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരനടക്കമുള്ള ഉറുമ്പുകളെല്ലാം മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പാഞ്ഞു പോവുകയോ ചെയ്യുന്നു. അപ്പോൾ ആ ഈശ്വരൻ എന്ന് പറയുന്ന ഉറുമ്പ് ഉൾപ്പെടെയുള്ള ഉറുമ്പുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു യഥാർത്ഥ ഈശ്വരനാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉദിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും ചില സ്ഥലങ്ങളിൽ ഈശ്വരനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഈശ്വരനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പുറകെ പോകുന്ന കുറെ ആൾക്കാരും ഉണ്ടാകാം. പക്ഷേ നമ്മളെ ഈ പറഞ്ഞ സോക്കോൾഡ് ഈശ്വരന്മാരുള്ള അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മളുടെ മുകളിലുള്ള ദേവീദേവതമാരുടെ കൺട്രോളിലുള്ള സുനാമിയോ ഒരു കൊടുങ്കാറ്റോ ഒരു പേമാരിയോ നമ്മളെല്ലാം ഒരു ഭൂമി കുലുക്കമോ നമ്മളെല്ലാം തുടച്ചു മാറ്റാൻ സാധിക്കും. അപ്പൊ നമ്മളും ഈശ്വരൻ എന്ന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നുവെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോസ് ചെയ്യുന്നുവെങ്കിലും നമ്മളെക്കാൾ മുകളിലുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് താഴെയുള്ളവനാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ദേവീദേവന്മാർ എന്ന് നമ്മൾ ഈശ്വരൻ എന്ന് കരുതപ്പെടുന്ന ആ ദേവീദേവന്മാർ, അവരിലുമുണ്ട് ദേവേന്ദ്രന്റെ കീഴിലുള്ള അനേകം ദേവീദേവതമാർ. നമ്മൾ അറിയപ്പെടുന്ന പോലെ 30 മുക്കോടി ദേവതമാർ. ഈ 30 മുക്കോടി ദേവതമാരും
അവർക്കും മുകളിലുണ്ട് ഒരു ഈശ്വരൻ. അതാണ് ആ ഒന്നാമത്തെ ലൈൻ മനസ്സിലാക്കി തരുന്നത്. ഈശ്വര പരമ കൃഷ്ണ. അടുത്ത ലൈനിൽ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ശ്രീ ബ്രഹ്മദേവൻ, നമ്മൾക്ക് ഉള്ള ഒരു ശരീരം എല്ലും മാംസവും രക്തവും മജ്ജയും ഒക്കെയുള്ള ഈ ഒരു ശരീരം പോലുള്ള ഒരു ശരീരമല്ല സാക്ഷാൽ ഭഗവാന്റേത്. മറിച്ച് സച്ചിത് ആനന്ദ വിഗ്രഹ, സത്തും ചിത്തും ആനന്ദവും ഉൾക്കൊള്ളുന്ന ഒരു രൂപമാണ് അദ്ദേഹത്തിൻ്റെത്. സത്ത് ചിത്ത് ആനന്ദ എന്ന് പറഞ്ഞാൽ സനാതനവും അറിവിന്റെ സമ്പൂർണ്ണ റിസർവെയർ അല്ലെങ്കിൽ സംഭരണിയും ആനന്ദത്തിന്റെയും സംഭരണിയായ അല്ലെങ്കിൽ സംഭരണിയോട് കൂടിയുമായ ആ ഒരു രൂപമാണ് സാക്ഷാൽ ഭഗവാനുള്ളത്. സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ. നമ്മളെല്ലാവരും ജനിച്ചത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അങ്ങനെയെങ്കിൽ ഭഗവാന് ആരിലാണ് ജനിച്ചത്? അല്ല, അനാദിർ ആദിർ ഗോവിന്ദ. എല്ലാത്തിനും മുൻപേ അല്ലെങ്കിൽ ആദ്യമേ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് നമുക്ക് ആ ഒരു ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായ വ്യക്തിയാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഇതൊരു പ്രൂഫാണ്, നമുക്കൊരു ഒഥന്റിസിറ്റി അല്ലെങ്കിൽ ആധികാരികത നൽകുകയാണ്. ശ്രീല പ്രഭുപാദർ പറഞ്ഞ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണ്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ശ്രീല പ്രഭുപാദ് പറയാനുള്ള ഒരു കാരണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ ജനനവും ഭഗവാന്റെ പ്രവൃത്തികളും നമുക്ക് ഭഗവാന്റെ സൂപ്രമസിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന പദത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന മറ്റൊരു ശ്ലോകമാണ് ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാം ഏതി സോ അർജുന. One who knows the transcendental nature of my appearance and activities does not, upon leaving the body, take his birth again in this material world, but attains my eternal abode, O Arjuna. അല്ലയോ അർജുന, എൻ്റെ ജന്മത്തെക്കുറിച്ചോ എൻ്റെ പ്രവൃത്തികളെക്കുറിച്ചോ മനസ്സിലാക്കുന്ന ഒരുവന്, അതിൻ്റെ അതീന്ദ്രിയമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരുവന് എൻ്റെ ഭാവത്തിൽ ഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് മറ്റൊരു ആധികാരികമായ പ്രമാണമാണ് ഭഗവാൻ ദിവ്യ പുരുഷോത്തമനാണ് എന്ന് മനസ്സിലാക്കിക്കുന്ന. കാരണം സാധാരണ ഒരാളുടെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ, മൂവി സ്റ്റാർ, അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു വിധമായ നേട്ടവും നമുക്കുണ്ടാവുന്നില്ല. ദയവായിട്ട് എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരിക്കാൻ ശ്രമിക്കണേ. ഹരേ കൃഷ്ണ. മറ്റുള്ളവർക്കൂടെ ഡിസ്റ്റർബൻസ് ആകുന്നിരിക്കുന്നു. അഖിൽ പ്രഭു എന്ന് പറയുന്ന, അഖിൽ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അൺമ്യൂട്ടാണ്. സോ ദയവായിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. സോ ഭഗവാന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ അറിയുന്നത് അങ്ങനെയല്ല. ഭഗവാന്റെ പ്രവൃത്തികളെ കുറിച്ചും ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ നമുക്ക് കാണുക. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അവതരിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഭഗവാൻ ചതുർഭുജ രൂപത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ഒരു ചെറിയ കുട്ടിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ചതുർഭുജ രൂപത്തിലേക്ക് വന്ന് കാണിച്ചിട്ട് വേണ്ട ഇൻസ്ട്രക്ഷൻ വസുദേവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. വസുദേവന്റെ പുത്രനായിട്ട് വന്ന അദ്ദേഹം വാസുദേവനായിട്ട് അപ്പിയർ ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ ആരാണ്. ജനിക്കുമ്പോൾ തന്നെ എല്ലാ ആഭരണങ്ങളോടും തലയിൽ മയിൽപീലിയോടും കൂടി ജനിച്ച അല്ലെങ്കിൽ അവതരിച്ച സാക്ഷാൽ ഭഗവാനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം
ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വസുദേവർ അദ്ദേഹത്തിന് ഭഗവാനെ എടുത്തുകൊണ്ട് യമുനാ നദി കടന്ന് ഭഗവാനെയും കൊണ്ട് വൃന്ദാവനത്തിലേക്ക്, ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ഭഗവാൻ അനേകം അസുരന്മാരെ കൊല്ലുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റൊരു പ്രവൃത്തി, ഭഗവാൻ താനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് കാണിക്കുന്ന ഭഗവാന്റെ ആദ്യത്തെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് കണ്ടത്? ഭഗവാന്റെ വായിൽ സർവപ്രപഞ്ചത്തെയും തന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി. അതിൽ നിന്ന് ഭഗവാൻ താൻ തന്നെയാണ് സർവപ്രഥമ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തത്. തന്റെ കൂട്ടുകാരോടൊത്ത് കളിച്ചിരിക്കുമ്പോ വായിൽ മണ്ണ് ഇട്ട് അല്ലെങ്കിൽ മണ്ണ് കഴിക്കാൻ തുടങ്ങിയ ഭഗവാനെ അമ്മയെടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഭഗവാൻ അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാനാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ കൃഷ്ണന് സാരഥിയായിട്ട് വരികയും ആ സാരഥിയായി വന്ന ഭഗവാൻ തന്റെ സുഹൃത്തിന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ആദ്യം തന്റെ വായിൽ കൂടി തന്റെ അമ്മയ്ക്ക് വിശ്വത്തെ മുഴുവൻ കാണിച്ചു കൊടുത്ത സാക്ഷാൽ ഭഗവാൻ ഇവിടെ തന്റെ സുഹൃത്തായ അർജുനന് വെളിയിൽ ഉള്ള തന്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ആ അസ്തിത്വത്തെ വീണ്ടും തെളിയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാന കാരണം, നമ്മളെല്ലാവരും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഭഗവാൻ എന്ന പദം. നമ്മൾ ആദ്യം ഈ പോയിന്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്ന കണക്ഷൻ നമ്മൾ ഇടരുത്. ചില പ്രഭുപാദർ ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞിരിക്കുന്ന ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന തിയററ്റിക്കലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആധികാരികമായിട്ട് മനസ്സിലാക്കുന്ന പോയിന്റുകളെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഭഗവാൻ എന്ന വാക്ക്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന്? ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ വാക്കിനും ഒരു അർത്ഥമുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഭാഗ്യവാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ഗുണവാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ബുദ്ധിമാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഗുണവാൻ എന്ന് പറയുമ്പോൾ ഗുണം വഹിക്കുന്നവൻ എന്നർത്ഥം, ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഭാഗ്യം വഹിക്കുന്നവൻ എന്നർത്ഥം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭാഗ് എന്നത് വഹിക്കുന്നവൻ എന്നർത്ഥമാണ്. അതിന്റെ അർത്ഥം ശ്രീല വ്യാസദേവന്റെ അച്ഛനായ പരാശരമുനി നൽകിയ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാന്റെ സൂപ്രമസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ദിവ്യ പുരുഷോത്തമൻ എന്ന ആ പദത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അദ്ദേഹം നൽകിയത് അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഓപ്പുലൻസ്? ഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പുലൻസസ് എന്നാണ് അർത്ഥം, ഐശ്വര്യം എന്നാണ് അർത്ഥം. പരാശരമുനി എഴുതിയ ഒരു ശ്ലോകമുണ്ട്, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയഃ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ സന്നാൻ ഭാഗ ഇതീംഗണ. ഈ ഒരു ശ്ലോകത്തിൽ കൂടി പരാശരമുനി നമുക്ക് പറഞ്ഞു തരുന്നത് ഈ 6 ഐശ്വര്യങ്ങളോടുകൂടിയ അല്ലെങ്കിൽ ഷഡ് ഐശ്വര്യങ്ങളോട് കൂടിയ, സമ്പൂർണമായ ഷഡ് ഐശ്വര്യങ്ങളോട് കൂടിയ ഒരുവനെ, അല്ലെങ്കിൽ അതിനെയാണ് ഭാഗ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഈ 6 ഐശ്വര്യങ്ങളും സമ്പൂർണമായി ഉള്ള ഒരുവനെ അല്ലെങ്കിൽ അത് വഹിക്കുന്ന ഒരുവനെ ഭഗവാൻ എന്നും വിളിക്കാം എന്ന് ശ്രീ പരാശരമുനി പറയുന്നു. 6 ഐശ്വര്യങ്ങളാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയഃ ജ്ഞാന വൈരാഗ്യ. അതായത് നോക്കുക, ഐശ്വര്യസ്യ
യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ. ശ്രിയ ജ്ഞാന വൈരാഗ്യ വീര്യ. അതായത് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യ. ഈ 6 ഗുണങ്ങൾ സമ്പൂർണമായിട്ട് നമുക്കറിയാം. ധാരാളം ധനവാന്മാര് നമ്മൾക്ക് ഇന്ന് ലോകത്തിലുണ്ട്. അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള വ്യക്തികൾ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണാം. ധനവാനായിട്ടുള്ള വ്യക്തികളും നമുക്കറിയാം. ഇതാരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതാരാണ്? ഇത് സാക്ഷാൽ ബിൽ ഗേറ്റ്സ്. ഇദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ ജ്ഞാനിയായ വ്യക്തിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇദ്ദേഹം വളരെ ശക്തിമാനാണ്, വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും അല്ലെങ്കിൽ ബോക്സിങ്ങിലും അതുപോലുള്ള കാര്യങ്ങളിൽ. ഇദ്ദേഹം വളരെ പ്രശസ്തനാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഇദ്ദേഹം വളരെ റിനൗൺസന്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ത്യാഗിയാണ്, അല്ലെങ്കിൽ ഒരു സന്യാസി വര്യനാണ്. നമ്മൾ ഈ കണ്ട 6 ഐശ്വര്യങ്ങൾ, സൗന്ദര്യം, ധനം, ജ്ഞാനം, ശക്തി, യശസ്, വൈരാഗ്യം, ഈ 6 എണ്ണം ഓരോന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ 2മോ ഉള്ള വ്യക്തികളെ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കാം. ഇവരൊക്കെ ഓരോ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു പരിധി വരെ അവർക്കുണ്ടാവാം. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പക്ഷേ മെഡിക്കൽ സയൻസിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ടായില്ല. ഫിസിക്സിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും. അപ്പോൾ അദ്ദേഹത്തിന്റെ നോളജ് അല്ലെങ്കിൽ ജ്ഞാനത്തിനൊരു ലിമിറ്റ് ഉണ്ട്. സമ്പൂർണ്ണ ജ്ഞാനമല്ല അദ്ദേഹത്തിന്. ബിൽഗേറ്റ്സിനും സമ്പൂർണമായ ധനം അദ്ദേഹത്തിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ അധീനതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലാണോ? അല്ല. സൗന്ദര്യം നോക്കിയാൽ മുഴുവൻ സൗന്ദര്യം ഇവരുടെ കയ്യിലുണ്ടോ? ഇദ്ദേഹത്തിന് സമ്പൂർണ്ണ, ഒരുപക്ഷെ ഇന്ന് ലോകത്തില് കുറെ ആൾക്കാർക്ക് അറിയാമെങ്കിലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ഇദ്ദേഹം ആരാണ്. ഈ ഫോട്ടോ ഒട്ടിച്ചെങ്കിൽ പോലും എനിക്ക് പോലും അറിയില്ല ആരാണ് ഇദ്ദേഹം എന്ന്. ഇത് സാക്ഷാൽ ശ്രീ രാമാനുജാചാര്യനുണ്ട്. ഈവൻ ഇവർക്ക് അവരുടെ ഏരിയയിൽ പ്രശസ്തി അല്ലെങ്കിൽ ഒരു പരിധി വരെ ഉണ്ട് എന്ന് പറയാമെങ്കിൽ പോലും ഇവരെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ അവർ താഴെ വീഴും. കാരണം ഇവർക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ ശക്തിയില്ല. ഇദ്ദേഹത്തിന്റെ അത്രയും ധനവുമില്ല ഇവർക്ക് ആൽബർട്ട് ഐൻസ്റ്റീനുമായി കമ്പയർ ചെയ്യുമ്പം ബുദ്ധി വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മഹാത്മാഗാന്ധിയുടെ കയ്യിൽ ഫെയിം ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ധനമില്ല, അദ്ദേഹത്തിന് ശക്തിയുമില്ല, അദ്ദേഹം ഒരു റിനൗൺസിയന്റുമല്ല. സോ ഓരോ വ്യക്തികൾക്ക് ഓരോന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ 1 2 ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒന്ന് ആ ഏരിയയിൽ അവർ സമ്പൂർണരല്ല എന്നൊരു സത്യമുണ്ട്. മറ്റൊന്ന്, മറ്റ് ഐശ്വര്യങ്ങളിൽ അവർക്ക് ഒരു കൺട്രോളും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വൺ ഹു പൊസസസ്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൊസസർ ഓഫ് ഒപ്പുലൻസ്, ഈ പറഞ്ഞ 6 ഐശ്വര്യങ്ങളും സമ്പൂർണമായിട്ട് ആരിലാണോ ഉള്ളത്, ആ വ്യക്തിയെ നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാം. നമുക്കറിയാവുന്ന 33 കോടി ദേവതമാരിൽ നോക്കിയാൽ ആർക്കുണ്ട് ഈ സമ്പൂർണമായിട്ട് ഉള്ള ജ്ഞാനവും സമ്പൂർണമായിട്ടുള്ള സൗന്ദര്യവും സമ്പൂർണമായിട്ടുള്ള ശക്തിയും? അങ്ങനെ ഒരു ദേവതയെ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഭഗവാൻ? ആരാണ് ഭഗവാൻ എന്ന ചോദ്യം നമുക്ക് ഉദിച്ചാൽ, വി ക്യാൻ സീ ഹി ഈസ് ഹാവിങ് കംപ്ലീറ്റ് ബ്യൂട്ടി, സമ്പൂർണമായ സൗന്ദര്യം. ശ്രീ ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയിൽ കൂടി വർണ്ണിക്കുന്നുണ്ട്. വേണും ത്വനന്ദമരവിന്ദദളായദാക്ഷം
ബർഹാവതം സമസിതാംബുധ സുന്ദരാംഗം. ഭഗവാൻ ആ ഓടക്കുഴലോട് കൂടിയ ആ സൗന്ദര്യത്തോടു കൂടിയ ആ സൗന്ദര്യത്തെ ബ്രഹ്മദേവൻ വർണ്ണിക്കുന്നു. 7-ാമത്തെയോ 8-ാമത്തെയോ വയസ്സിൽ 28 കിലോമീറ്റർ ഹൈറ്റും 26 കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ഒരു പർവ്വതത്തെ ഉയർത്തി തൻ്റെ ഇടം കൈയിലെ ചെറുവിരൽ കൊണ്ട് ഉയർത്തി നിർത്താൻ കഴിവുള്ള ആ വ്യക്തിയെ ശക്തിമാൻ എന്ന് നമുക്ക് വിളിച്ചുകൂടെ? ഹിന്ദിയില് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് യെ മേര ബായേ ഹാത്ത് കാ ഖേൽ ഹേ എന്ന് പറയുന്നത്. എൻ്റെ ഇടത് കൈ കൊണ്ടുള്ള ചെറിയ കളി മാത്രമാണ്, വളരെ നിസാരമാണ് എന്ന് പറയുന്നു. ആ ഒരു യൂസേജ് തന്നെ ഉണ്ടായത് ഭഗവാന്റെ ഈ കഥയുമായി ആസ്പദമാക്കിയാണ്. വെറും 7 വയസ്സ് 8 വയസ്സ് പ്രായത്തില് ഇത്രയും വലിയ പർവ്വതത്തിനെ ഉയർത്തി പിടിക്കുക എന്ന് പറയുന്നത് ശക്തിമാനല്ലാതെ ആർക്ക് സാധിക്കും? ഭഗവാനോളം ഫെയിം, യശസ് ഉള്ള ആരുണ്ട്? നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, സർവ്വ സൃഷ്ടിയിലും ഭഗവാൻ കൃഷ്ണന്റെ പേര് വിളിക്കപ്പെടുന്നു. ജ്ഞാനത്തിന്റെ കാര്യത്തിലോ ഭഗവാൻ കൃഷ്ണനോളം ജ്ഞാനമുള്ള വേറെ ആരുണ്ട്? ഭഗവത്ഗീതയിൽ തന്നെ സ്വയം ഭഗവാൻ പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദേശ സർവേർ അഹം ഏവ വേദ്യോ വേദാന്ത കൃത്മേത വേദ വിവേക ച. ഞാൻ തന്നെയാണ് ഈ വേദങ്ങളുടെ സൃഷ്ടാവ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ ഐശ്വര്യം, ധനം, സർവധനവും ഭഗവാന്റെയിലാണ്. ഈശാവാസ്യ എന്ന് പറയുന്ന ഉപനിഷത്തില് ഈശാവാസ്യം ഇതം സർവം, എല്ലാം എന്റേതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും ഭഗവാൻ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു റിനൻസിയന്റ് ആണ്, ഒരു വൈരാഗ്യാണ്. സോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഇതിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് വേറെ ഈ 6 ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞത്, കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന തത്വത്തെ നമുക്ക് മനസ്സിലാക്കണം. വൺ ഹു പൊസസസ് 6 ഒപ്പുലൻസസ് ഇൻ ഫുൾ. സർവവും പൂർണ്ണമായി ഉള്ള വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ലാഖ്പതിയുണ്ട്, അറക്പതിയുണ്ട്, കറപ്പതിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കൃഷ്ണ ഈസ് എലോൺ ഈസ് ലക്ഷ്മിപതി. അദ്ദേഹമാണ് ഞാൻ ഇതിന്റെ ശബ്ദവും ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നോ? ഹരേ ഹരേ കൃഷ്ണ. വീഡിയോന്റെ വേണോ പ്രഭു? ആ വീഡിയോയുടെ ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. വീഡിയോ ഓഡിയോ കേട്ടില്ല. ഓക്കെ, ഞാനത് എനിക്ക് തോന്നി, അത് കേട്ടില്ല തോന്നി. ഫൈൻ, നോ പ്രോബ്ലം, വിൽ ദാറ്റ് സംതിങ്. ഹരേ കൃഷ്ണ. സോ അത് ഞാൻ ഇതിന്റെ ഓഡിയോ കൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഈ ഭഗവാന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഭഗവാനിലേക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ 6 കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഭഗവാൻ കൃഷ്ണനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരാൻ കാരണം. സോ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ.
ഹരേ കൃഷ്ണ. സോ അതുകൊണ്ട് ഭഗവാനെ പരം ദിവ്യോത്തമ പുരുഷനായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതാണ് ശില പ്രഭുപാദർ പറഞ്ഞു തരാനുള്ള പ്രധാന കാരണം. വിൽ സീ ദാറ്റ് ശില പ്രഭുപാദ് ഭഗവാൻ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. Person in full consciousness of me, knowing me to be the ultimate beneficiary of all sacrifices and austerities, the supreme lord of all planets and demigods, and the benefactor of and well-wisher of all living entities, attains peace from the pangs of material miseries. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മാറാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനാണ് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഭോക്താവ് എന്ന് മനസ്സിലാക്കുന്ന ഒരുവൻ. എല്ലാവരുടെയും വെൽവിഷറാണ് ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളുടെയും വെൽവിഷറാണ് ഭഗവാൻ എന്ന അറിവ്, അല്ലെങ്കിൽ എ പേഴ്സൺ ഇൻ ഫുൾ കോൺഷ്യസ് ഓഫ് മീ, എന്നെ കുറിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. വിത്ത് എ സിംഗിൾ ഫ്രാഗ്മെന്റ് ഓഫ് മൈസെൽഫ് ഐ പെർവേഡ് ആൻഡ് സപ്പോർട്ട് ദിസ് എൻറ്റയർ യൂണിവേഴ്സ്. ഭഗവാന് ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. സോ ഇത് നമ്മളിപ്പം ഇത്രയും കാര്യം പറഞ്ഞത് വെറും വാക്ക് മാത്രമല്ല. ഭഗവാന്റെ ഈ സുപ്രമസിയെ കുറിച്ചിട്ട് എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും, 4-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ അത് കൺഫേം ചെയ്യുന്നു. ശ്രീമദ് ഭാഗവത്തിൽ 1-ാം സ്കന്ധം 3-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥേച്ഛാം സകലാപും സോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസദേവൻ പറഞ്ഞു. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ അർജുനൻ പറയുന്നു, ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തദാ വസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. All the great sages such as Narada, Asida, Devala, Vyasa confirm that you are the supreme personality of God. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഞാൻ മാത്രമല്ല, കൃഷ്ണ, നാരദനും അസിത, ദേവല, വ്യാസദേവൻ എന്നിവരെല്ലാവരും കൺഫേം ചെയ്യുന്നു. സോ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരായത് ഇന്ന് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്ന മാധവാചാര്യൻ, രാമാനുജാചാര്യൻ, ചൈതന്യ മഹാപ്രഭു എന്നിവരെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ സുപ്രമസിയെ കുറിച്ച് അംഗീകരിച്ച വ്യക്തിത്വങ്ങളാണ്. സോ ഭഗവാൻ പറഞ്ഞു, ഐ ഹാവ് പേഴ്സണലി സീൻ 16 auspicious markings on Lord Krishna's. പത്മപുരാണത്തിൽ പറയുന്നതാണ്, ബ്രഹ്മദേവൻ പറയുന്നതാണ്. പല ആൾക്കാരുടെയും പല പാദങ്ങളിൽ അല്ലെങ്കിൽ പല ഉന്നത വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ ദേവി ദേവന്മാരുടെയും പാദങ്ങളിലൊക്കെ ചില ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും. ബ്രഹ്മദേവൻ പറഞ്ഞതാണ്, ഭഗവാന്റെ പാദങ്ങളിൽ മാത്രമാണ് ഈ 16 ചിഹ്നങ്ങളും കണ്ടിരിക്കുന്നത്. അതാണ് ഷോഡശൈവതു ചിന്താമണി മയാ ദൃഷ്ടാനി തത്പദേ. അങ്ങയുടെ പാദത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ മാത്രമാണ് ഈ 16 എംബ്ലങ്ങളും കാണാൻ സാധിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞു. പത്മപുരാണത്തിൽ പറയുന്നു, ബ്രഹ്മദേവൻ പറയുന്നു, പത്മപുരാണത്തിൽ വീണ്ടും പറയുന്നു, ഓ ബെസ്റ്റ് ഓഫ് വൈഷ്ണവ, ലോർഡ് കൃഷ്ണ ഈസ് ദ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. Of this there is no doubt. On the lotus feet of many incarnations of the Lord, 2, 3, 4 or 5 of these auspicious signs may be seen present, but all 16 signs are present only on the lotus feet of Shri Krishna. മറ്റു പല വ്യക്തിത്വങ്ങളിലും 1, 2, 3, 4, 5 വരെ ഈ എംബ്ലംസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ 16 എണ്ണവും ഉള്ളത് ഭഗവാൻ കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് മാർക്കണ്ഡേയ മുനി കണ്ടതാണ്. ഭഗവാന്റെ പല അവതാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ പുരുഷോത്തമനുണ്ട്, മര്യാദ പുരുഷോത്തമനുണ്ട്, പൂർണ്ണ പുരുഷോത്തമനുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളിൽ കൂടി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇതെല്ലാം നമുക്ക് ഈവൻ ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഭീഷ്മദേവൻ എന്ന് പറയുന്നത് നമുക്കറിയാം 12 മഹാജന്മാരിൽ ഒരുവനാണ്
ഭീഷ്മദേവൻ. അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദിസ് ശ്രീകൃഷ്ണ ഈസ് നോ അതർ ദാൻ the inconceivable original personality of Godhead. He is the first Narayana, the supreme enjoyer. But he is moving amongst the descendants of King Vrishni, just like one of us, and he is bewildering us with his self-created energy. So ഭഗവാൻ കൃഷ്ണനാണ്, ഭഗവാൻ കൃഷ്ണൻ തൊട്ട് മുൻപിൽ നിൽക്കുമ്പോൾ സാക്ഷാൽ ഭീഷ്മദേവൻ 1-ാമത്തെ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ കൂടി ഭീഷ്മദേവൻ പറയുകയാണ്, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ഭഗവാൻ പരംപുരുഷോത്തമനാണ്, അദ്ദേഹം ആദിനാരായണനാണ് എന്ന് ആണ് അവിടെ ഭീഷ്മദേവൻ അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ മുമ്പ് പറഞ്ഞ പാദങ്ങളിലെ ചിഹ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ വിവരിക്കുന്ന 64 ക്വാളിറ്റീസ് ആണ് യഥാർത്ഥ പരംപുരുഷോത്തമന് ഉള്ളത് എന്ന് പറയുന്നു. ആ 64 ക്വാളിറ്റീസിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ കാണിക്കുന്നത് 50 ക്വാളിറ്റീസ് ആണ്, മഹാദേവൻ കാണിക്കുന്നത് 55 ക്വാളിറ്റീസ് കാണിക്കുന്നു, സാക്ഷാൽ വിഷ്ണു കാണിക്കുന്നത് 60 ക്വാളിറ്റീസ് ആണ്, ഭഗവാൻ കൃഷ്ണനാണ് 64 ക്വാളിറ്റീസ് നമുക്ക് കാണിക്കുന്നത്. ഈ 64 ക്വാളിറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ കൃഷ്ണനിൽ മാത്രമാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ ഈ 64 ക്വാളിറ്റീസിലെ 4 യഥാർത്ഥമായ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ലീലാ മാധുരി എന്ന് പറയുന്നത്, ഭഗവാന്റെ വണ്ടർഫുൾ പാസ്റ്റ് ടൈംസ്, ഭഗവാൻ ചെയ്യുന്ന ലീലകൾ, അതിമനോഹരമായ ലീലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ലീലാ മാധുരി എന്ന് പറയുന്ന 1-ാമത്തെ ക്വാളിറ്റി. 4 ക്വാളിറ്റീസിൽ 2-ാമത്തെ എന്ന് പറയുന്നത് ഭക്ത മാധുരിയാണ്, ഭക്തന്മാരുമായിട്ട് ഉള്ള ഭഗവാന്റെ ആ ലീലകൾ, അല്ലെങ്കിൽ ഭക്തന്മാരോട് ചേർന്ന് നടത്തുന്ന ഭഗവാന്റെ ലീലകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. 3-ാമത്തെ ക്വാളിറ്റിയാണ് ഭഗവാന്റെ വേണു മാധുരി, ഭഗവാൻ ആ മധുരമായ ആ വേണുനാദം കൊണ്ട് ഭക്തന്മാരെ എല്ലാവരെയും മയക്കുന്ന അത്. 4-ാമത്തെ മാധുരി എന്ന് പറയുന്നത് രൂപമാധുരി, ഭഗവാന്റെ അതിസുന്ദരമായ ആ രൂപം. ഈ 4 തരത്തിലുള്ള ക്വാളിറ്റീസ് ഭഗവാൻ കൃഷ്ണ അവതാരത്തിൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയും പറഞ്ഞ ആധികാരികതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ദോ കൃഷ്ണ അപ്പിയേഴ്സ് ഇൻ ഹ്യൂമൻ ഫോം, ഹിസ് നേച്ചർ ഈസ് ട്രാൻസെൻഡന്റൽ. ഭഗവാൻ ഒരു മനുഷ്യരൂപത്തിൽ നമുക്കിവിടെ വന്ന് നമ്മളുടെ അടുത്ത് ലീലകൾ കാണിച്ചുവെങ്കിലും അദ്ദേഹം യഥാർത്ഥമായ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ ദേവീദേവന്മാരും ഭഗവാന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ഭഗവാൻ സമ്പൂർണമായ 6 ഗുണങ്ങളും അല്ലെങ്കിൽ 6 ഐശ്വര്യങ്ങളും ഭഗവാനിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും. എല്ലാവരും ഭഗവാന്റെ സബോർഡിനേറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു ജർമ്മൻകാരൻ ഒരു വ്യക്തി ഭാരതത്തിൽ വന്നിട്ട് ക്ഷേത്രങ്ങളൊക്കെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തിയ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദേവീദേവന്മാരും അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ വിഗ്രഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ രൂപത്തിന്റെ കൂടെ ഓരോരോ ആയുധങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാളിദേവിയുടെ കയ്യിൽ ത്രിശൂലമുണ്ട്, മഹാദേവന്റെ കയ്യിലും ത്രിശൂലമുണ്ട്, ഇന്ദ്രന്റെ കയ്യിൽ വജ്രായുധമുണ്ട്. നമ്മൾ ഏത് ദേവീദേവതമാരുടെ കയ്യിൽ ഏത് വിഗ്രഹം നോക്കിയാലും അവരുടെ കൈകളിലൊക്കെ എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു ആയുധമുണ്ടാവും. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ മാത്രമാണ് ഒരു ഓടക്കുഴലുള്ളത്. ഈ ഓടക്കുഴൽ ഉള്ള ആ വിഗ്രഹം കണ്ടിട്ട് ആ ജർമ്മൻ വ്യക്തി മനസ്സിലാക്കുകയാണ്, ഇദ്ദേഹം കൊള്ളാമല്ലോ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, ഹീസ് ഓൺലി എൻജോയിങ്. സോ അദ്ദേഹമാണ് ഏറ്റവും സുപ്രീം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. സോ അതൊരു
ഒരു വിചിത്രമായ അനുഭവമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി ഒരു കാര്യമാണ് അദ്ദേഹം ആ ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ്, ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയുടെ ഈ പറഞ്ഞ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത്രയും ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ കാരണം ചില പ്രഭുപാദർ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പൊസിഷൻ ഭഗവാന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീതയെ യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്കിനി 1-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. 1-ാമത്തെ അധ്യായത്തിൽ കടക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട 1-2 പോയിന്റ് കൂടിയുണ്ട്. അതോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മഹാഭാരതത്തിലെ കഥയാണ്. ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ആദ്യം മഹാഭാരതത്തിന്റെ മുഴുവൻ കഥ നമ്മൾ പറയാൻ പോവുകയല്ല. പക്ഷെ ഈ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാനുള്ള കാരണം 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും സമ്പൂർണമാക്കി വന്ന പാണ്ഡവർക്ക് അവരവകാശപ്പെട്ട അവരുടെ രാജകീയ സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ദുര്യോധനൻ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും അവര് ഈ യുദ്ധത്തെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാണ്ഡവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ശ്രമിച്ചിട്ടും അവസാനം ദുര്യോധനന്റെ ദുർവാശി കാരണം ആ യുദ്ധം നടക്കും എന്ന ഒരു തീരുമാനമുണ്ടായി. ആ സമയം യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ദയാപരമായ ഹൃദയം കൊണ്ട് അദ്ദേഹം ഭഗവാനെ വീണ്ടും അവിടെ ഒരു ദൂതനായിട്ട് അയക്കുകയും ആ ദൂതിൽ അതിൽ പോലും അവരൊരു തരത്തിലും വഴങ്ങാതെ യുദ്ധം അനിവാര്യമായ ഒരവസ്ഥയിൽ വന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആയുധം ഏന്തുകയില്ല എന്ന ശപഥം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അങ്ങനെയായപ്പോൾ എങ്കിലും ഭഗവാന്റെ സഹായം നേടാനായിട്ട് അർജുനനും ദുര്യോധനനും ചെല്ലുമ്പോൾ ദുര്യോധനൻ ആ നാരായണീയ സേനയെ പോയി സംതൃപ്തിയോടുകൂടി അദ്ദേഹം തിരിച്ച് അവിടെ നിന്ന് പോയി. അർജുനനോട് ഭഗവാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ അർജുന, നീ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്? നിനക്ക് നാരായണീയ സേന എടുത്തിരുന്നെങ്കിൽ നിനക്ക് കുറച്ചുകൂടി ഒരു അക്ഷൗണി കൂടി നിന്റെ കൂടെ കൂടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ കൊടുക്കുന്ന മറുപടിയുണ്ട്. അതാണ് ഏതൊരു ഭക്തൻ എന്ന നിലയിലും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. അർജുനൻ കൊടുക്കുന്നത്, ഭഗവാനെ, എനിക്ക് അങ്ങിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അങ്ങയുടെ അങ്ങ് എവിടെയുണ്ടോ അവിടെ വെച്ച് എനിക്ക് അവിടെ വിജയമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ആ ഒരേ ഒരു വിഷയം മാത്രം മതി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം മാത്രമാണ്, അങ്ങയുടെ പ്രസൻസ്, അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് അർജുനൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ളത്. ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതുപോലെ അർജുനന് എങ്ങനെയാണോ ഭഗവാനിൽ ശരണം പ്രാപിച്ചത് അതേ രീതിയിൽ നമുക്കും ശരണം പ്രാപിക്കാൻ സാധിക്കണം. സോ അങ്ങനെ ആ ഭഗവാൻ അർജുനന്റെ സാരഥിയായിട്ട് വരാൻ തയ്യാറാവുകയും അങ്ങനെ ആ യുദ്ധം ആരംഭിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ യുദ്ധം ആരംഭിക്കുമ്പോൾ 1-ാമത്തെ ദിവസം 2 സൈന്യങ്ങളും തയ്യാറായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി വന്ന് നിന്നു. ആ യുദ്ധം ചെയ്യുന്നതിന് തയ്യാറായി വന്ന് നിന്നതിന് ശേഷം അർജുനന് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്, എന്നെ ഈ 2 സൈന്യത്തിന്റെ നടുക്ക് കൊണ്ടുപോയി ആരൊക്കെയാണ് യുദ്ധം ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നത് എന്ന് കാണട്ടെ എന്ന്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ 1-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയുടെ പേര് അർജുന വിഷാദ യോഗം എന്നാണെങ്കിൽ, ശ്രീല പ്രഭുപാദ് എന്നാൽ ഈ അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത് ഒബ്സർവിംഗ് ആർമീസ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് കുരുക്ഷേത്ര. കുരുക്ഷേത്ര ഭൂമിയിലെ സൈന്യ നിരീക്ഷണം എന്ന പേരാണ് ശ്രീല പ്രഭുപാദർ ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഭഗവാൻ അർജുനന് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. സ്വയം ഭഗവാന് അവിടെ തേരാളിയായിട്ട് വരാൻ തയ്യാറായി എന്ന് പറഞ്ഞു. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ജുവൽ ബോക്സ് ആണെന്ന് കരുതുക. ഈ ഒരു ജുവൽ ബോക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 6 അധ്യായങ്ങൾ ലോവർ കവറിംഗ് ഓഫ് ദ ബോക്സ്. ഈ താഴെ കാണുന്ന ഈ ഒരു കവറിംഗ് ആണ് ആദ്യത്തെ 6 അധ്യായങ്ങൾ.
ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിഡ് ഓഫ് ദ ബോക്സ്, ഈ മുകളിൽ കാണുന്ന അടപ്പാണ് ഭഗവത്ഗീതയുടെ അവസാനത്തെ 6 അധ്യായങ്ങൾ. എന്നാൽ നടുക്കുള്ള 6 അധ്യായങ്ങളാണ് ദ മോസ്റ്റ് എക്സലന്റ് ഷൈനിങ് ജുവൽ ഇൻസൈഡ് ദ ബോക്സ്. ഈ നടുഭാഗത്ത് കാണുന്നതാണ് 6 അധ്യായങ്ങൾ. ഇടയിലുള്ള 6 അധ്യായങ്ങൾ, അതായത് 1 മുതൽ 6 വരെ താഴ്ഭാഗം, 13 മുതൽ 18 വരെയുള്ളത് മുകൾ ഭാഗം, 8 മുതൽ 12 വരെയുള്ളത് ഈ നടുക്ക് കാണുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. കാരണം അവിടെയാണ് ഏറ്റവും വിലപ്പെട്ട വസ്തുവായിട്ടുള്ളത് ഇരിക്കുന്നത്. ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നു, ഗീതാ മഹാത്മ്യം എന്ന് പറയുന്നത് എഴുതിയത് സാക്ഷാൽ ശങ്കരാചാര്യരാണ്. ഗീതാശാസ്ത്രം ഇതം പുണ്യം യപ്പഠേത് പ്രയത പുമാൻ വിഷ്ണുപാദം അവാപ്നോതി ഭയ ശോകാതി വർജിത. ഇത്രയും പുണ്യമായ ഈ ഭഗവത്ഗീത വായിക്കുന്ന ഒരുവൻ, ഗീതാശാസ്ത്രം ഇതം പുണ്യം, അല്ലെങ്കിൽ ഏറ്റവും യപ്പഠേത് പ്രയത പുമാൻ, ഇത്രയും പരിശുദ്ധമായ ഈ ഭഗവത്ഗീത വായിക്കുന്ന ഒരുവന് വിഷ്ണുപാദം അവാപ്നോതി ഭയ ശോകാതി വർജിത. ഭഗവാന്റെ വിഷ്ണുവിന്റെ പാദത്തിൽ അടിയറവ് പറയുന്നത് കൊണ്ട് അവന് ഭയവും ശോകവും ഉണ്ടാവില്ല എന്നാണ് ശ്രീ ശങ്കരാചാര്യര് പറയുന്ന ഗീതാ മഹാത്മ്യം 1. ഗീതാ മഹാത്മ്യം 2 എന്ന് പറഞ്ഞാൽ ഗീതാധ്യാനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്തി ഹി പാപാനി പൂർവജന്മ കൃതാനി ച. പൂർവജന്മങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള പാപങ്ങളും നശിക്കും. ഇത് എന്തിനു വേണ്ടിയാണ് ഭഗവത്ഗീത എല്ലാവരും വായിക്കേണ്ടത്? ചെറുപ്പക്കാരായിട്ടുള്ളത് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാൻ, വൃദ്ധാവസ്ഥയിലുള്ളവര് എങ്ങനെ മരിക്കണം എന്ന് പഠിക്കാൻ, അജ്ഞാനരായിട്ടുള്ളവര് ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, ബുദ്ധിമാനായിട്ടുള്ളവര് വിനയം ഉണ്ടാവാൻ, ധനവാനായിട്ടുള്ളവരാണെങ്കിൽ ദയ ഉണ്ടാവാൻ, എല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ, യാഥാർത്ഥ്യത്തിലുള്ളവരാണെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യാൻ, ക്ഷീണിതരാണെങ്കിൽ അവർക്ക് ശക്തി പകരാൻ, ശക്തരാണെങ്കിൽ അവരെ പ്രോപ്പറായി നയിക്കാൻ, വിനയമുള്ളവരാണെങ്കിൽ അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ, അവര് വളരെ ക്ഷീണിതരായിരിക്കുന്നതാണെങ്കിൽ, ഒരുപാട് ടയർലെസ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരെ റെസ്റ്റ് എടുക്കാൻ, ഒരുപാട് കഷ്ടതയുള്ളവരാണെങ്കിൽ അവർക്ക് ശാന്തി ലഭിക്കാൻ, സംശയാലുക്കളാണെങ്കിൽ അവർക്ക് ഉറപ്പ് നൽകാൻ, പാപിയാണെങ്കിൽ അവർക്ക് മോക്ഷം നൽകാൻ, അല്ലെങ്കിൽ അവർക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാൻ, അവര് ഒരു യാഥാർത്ഥ്യത്തെ തേടുന്നവരാണെങ്കിൽ അവർക്ക് മോക്ഷം ലഭിക്കാൻ, ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവനെ യഥാർത്ഥമായിട്ട് നയിക്കുന്നതിന് വേണ്ടി. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് ഗീതാധ്യാനശീലസ്യ പ്രാണായാമ പരസ്യത. അതൊരു ശീലമാക്കി നമ്മൾ മാറ്റണം. ഗീതയെ ധ്യാനിക്കാൻ. നൈവ സന്തി ഹി പാപാനി പൂർവജന്മ കൃതാനിച്ച. നമ്മുടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത എല്ലാ പാവങ്ങളും നമുക്ക് നശിക്കും. മലിനേ മോചനം പുംസാൻ ജലസ്നാനം ദിനേ ദിനേ സകൃദ് ഗീതാമൃത സ്നാനം സംസാര മലനാശനം. ഭഗവാൻ മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ. നമ്മളുടെ ശരീരത്തിലെ ശാരീരികമായ മാലിന്യങ്ങളെ മാറ്റാൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നു. സകൃത് ഗീതാമൃത സ്നാനം സംസാര മലനാശനം. നമ്മൾ ഗീത പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സംസാരം അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിലെ നമ്മളുടെ എല്ലാ മാലിന്യങ്ങളെയും മാറ്റിത്തരും. ഗീതാ സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്ര വിസ്തരേ യസ്വയം പത്മനാഭസ്യ മുഖ പത്മാത് വിനിശ്രുത. ഗീതാ സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്ര വിസ്തരേ യസ്വയം പത്മനാഭസ്യ മുഖ പത്മാത് വിനിശ്രുത. ഭഗവാന്റെ ബിക്കോസ് ഭഗവത്ഗീത സ്പോക്കൺ ബൈ ദി ലോർഡ്. ഭഗവാന്റെ അല്ലെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഒരു സാരം തന്നെയാണ് ഭഗവത്ഗീത. എല്ലാം സംതൃപ്തിയോടുകൂടി ഈ ഒരേ ഒരു ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതാമൃത സർവസ്വം വിഷ്ണു വ്യക്ത്രാത് വിനിശ്രുതം ഗീത ഗംഗോദകം പീത്വ പുനർജന്മാന വിദ്യതേ. So one who drinks the water of Ganges attains salvation. So what to speak about the one who drinks the nectar of Bhagavad Gita? Gita is the essential nectar from Mahabharata and is spoken by the Lord by himself, Vishnu. ഭഗവാന്റെ സ്വയം പറഞ്ഞ ഈ ഭഗവത്ഗീത ആ സ്നാനം അല്ലെങ്കിൽ ആ ജലം അമൃത കുടിക്കുന്നവന് പുനർജന്മ ന വിദ്യതേ, വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല.
സർവോപനിഷത്തോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും സർവ ഉപനിഷത്തോ ധോക്ത ഗോപാലനന്ദനഃ. എല്ലാ വേദങ്ങളെയും ഒരു പശുവാണെങ്കിൽ ആ പശുവിന്റെ പാല് കറന്നതാണ് ഭഗവത്ഗീത. അതും ഗോപാലനന്ദനഃ. പാർത്ഥൻ എന്ന് പറയുന്ന ആ പശുക്കിടാവ് അതിന്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്, നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സാക്ഷാൽ ശങ്കരാചാര്യ പറയുന്നത്, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രയേവ ഏകോ മന്ത്രസ്തസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ, അത് ഭഗവത്ഗീതയാണ്. ഒരേ ഒരു ദേവനേ ഉള്ളൂ, അത് ദേവകിയുടെ പുത്രനാണ്. ഒരേ ഒരു മന്ത്രം മാത്രമാണ്, അത് അവന്റെ നാമമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു സേവനം മാത്രമാണ്, അത് അവനുള്ള സേവനമാണ്, ഭഗവാൻ കൃഷ്ണനുള്ള സേവനമാണ് എന്നുള്ളതാണ്. സോ ഇതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നൗ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പോകേണ്ടത് എന്താണ്? ലേൺ ടു വർക്ക്. അതാണ് ചാപ്റ്റർ 1 മുതൽ 6 വരെ. ഭഗവാന് വേണ്ടിയിട്ട് 7 മുതൽ 12 വരെ. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് 13 മുതൽ 18 വരെ അധ്യായങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ്. നമ്മൾ സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഓൺ ടൈം ആണ്. വിൽ വൈൻഡ് അപ്പ് ബൈ 9 o'clock, 9 മാക്സിമം നമുക്ക് നിർത്താൻ സാധിക്കാം. 1-ാമത്തെ ശ്ലോകത്തില് ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിം അകൂർവത സഞ്ജയ. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നതിനുള്ള 4 കാരണങ്ങളാണ് പറയുന്നത്. 1 ആഗ്രഹം, 2 സംശയം. അതായത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ജയിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതേ ഒരു സംശയം ഉണ്ടായിരുന്നു, ജയിക്കുമോ. പിന്നെ ഭയം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ധർമ്മ ക്ഷേത്രേ എന്ന് പറയുന്ന വാക്കുകൊണ്ട് കുരുക്ഷേത്രം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. കിം അകൂർവത സഞ്ജയ. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയാണ്? ആഗ്രഹം അദ്ദേഹത്തിന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സഞ്ജയനോട് ചോദിക്കുന്നത്, സഞ്ജയനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലുള്ള സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭയവും പ്രതീക്ഷയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2-ാമത്തെ ലെസൺ ആണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. എന്താണ്? ബീയിങ് ഓൺ ഗോഡ്സ് സൈഡ് ഈസ് million times superior to one's own political diplomacy and material expertise. ഭൗതികപരമായിട്ട് നമ്മൾ എത്രമാത്രം റിച്ച് അല്ലെങ്കിൽ ധനമോ എക്സ്പേർട്ടോ എന്ത് ആയിരുന്നെങ്കിലും, രാഷ്ട്രീയപരമായിട്ടുള്ള ജ്ഞാനമുണ്ടെങ്കിലും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിലെ കോടിക്കണക്കിന് മടങ്ങ് ബെസ്റ്റ് എന്ന് നമുക്ക് 1-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം മുതൽ 26-ാമത്തെ ശ്ലോകം വരെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് നമുക്ക് പഠിക്കേണ്ട 2-ാമത്തെ ലെസൺ. എന്താണ്? ഭഗവാന്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. അതിലൊരു ഉദാഹരണം ദുര്യോധനന്റെ ഭയം, അല്ലെങ്കിൽ ദുര്യോധനന്റെ ഒരു ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിസിറ്റി എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. സ്വന്തം ഗുരുവാണ്, പക്ഷെ സ്വന്തം ഗുരുവാണെങ്കിലും വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ദുര്യോധനൻ ദ്രോണാചാര്യനോട് ചോദിക്കുന്നത്. ദ്രോണാചാര്യര് ദുര്യോധനന്റെ അടുത്ത് വന്നപ്പോൾ ദുര്യോധനൻ ചോദിക്കുകയാണ്, പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അതായത് ദ്രോണാചാര്യര് തന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ധൃഷ്ടദ്യുമ്നൻ ദ്രുപദപുത്രേണ, ദ്രുപദന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ധൃഷ്ടദ്യുമ്നെയും
അദ്ദേഹം വിദ്യ അഭ്യസിപ്പിച്ചു, തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ ആ ഒരു കാര്യം പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ശിഷ്യനായിട്ട് ദൃഷ്ടദ്യുമ്നനെ സ്വീകരിക്കാൻ തയ്യാറായത്. അതിനുശേഷം അത് കാരണം, ആ ഒരു പോയിന്റ് കാരണം ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരെ ഒന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. തവ ശിഷ്യേന ധീമത, അതായത് വ്യൂഢാം ദ്രുപദപുത്രേണ. അവിടെ വ്യൂഹം അല്ലെങ്കിൽ അവിടെ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ സൈന്യാധിപൻ എന്ന് പറയുന്നത് ദൃഷ്ടദ്യുമ്നനായതുകൊണ്ട് അങ്ങയുടെ ശിഷ്യനാണ് എന്ന് അദ്ദേഹം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ അതൊരു ഒരു ഡിപ്ലോമസിയാണ് ദുര്യോധനൻ അവിടെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുര്യോധനൻ ദ്രോണാചാര്യരെ അപ്രോച്ച് ചെയ്തിട്ട് ആ ആർമി, അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആർമി കണ്ടിട്ട്, പാണ്ഡവരുടെ ആർമിയെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഈ 3 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 മുതൽ 11 വരെയുള്ളത് പറഞ്ഞാൽ പലതരത്തിലുള്ള യോദ്ധാക്കൾ അവിടെ യുദ്ധത്തിന് തയ്യാറായി വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്ര ശൂര മഹേശ്വാസ ഭീമ അർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അർജുനൻ എന്ന് പറയുന്നത്, അർജുനൻ വളരെ നല്ലൊരു യോദ്ധാവാണ് എന്ന് അറിയാമെന്ന ദുര്യോധനൻ പറയുകയാണ്. ഉള്ളിൽ അദ്ദേഹത്തിന് ഭയമുണ്ട്. ഈ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ പറയുകയാണ്, അത്ര ശൂര മഹേശ്വാസ ഭീമ അർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഇവരെല്ലാവരും, ഭീമനും അർജുനനും യുദ്ധം ചെയ്യുമ്പോൾ എത്രമാത്രം ഘാതകരാകും എന്ന് ഭയമുള്ള ദുര്യോധനൻ പറയുകയാണ്, നമ്മുടെ കൂടെയും യുയുധാനനും വിരാടനും ഈ മുതലായ സാരഥികൾ അല്ലെങ്കിൽ യോദ്ധാക്കൾ സാരഥിയല്ല, യോദ്ധാക്കൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കൂടെയും മഹാരഥന്മാരുണ്ട് എന്ന് അദ്ദേഹം സ്വയം ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉള്ളിലൊരു ഭയവുമുണ്ട്, അവരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്താകും സ്ഥിതി എന്ന് മനസ്സിലാക്കുന്നു. ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിസ് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുങ്കവ. There are also great heroic powerful fighters like Drishtaketu, Chekitana, Kashiraja, Purujit, Kuntibhoja and Shaibya. ഇവിടെ പറയുന്നതെല്ലാം ഓരോ പലതരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യോദ്ധാക്കളായിട്ടുള്ള വ്യക്തികളുണ്ട് എന്ന് ദുര്യോധനൻ ഇവിടെ പറയുകയാണ് ചെയ്തത്. സോ ദൃഷ്ടകേതു എന്ന് പറയുന്നത് ഇവിടെ ഓരോ രാജാക്കന്മാരുടെ ഒരു വിശകലനം വേണം നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം, എന്താണ് അവരെ ആരാണ് എന്നുള്ളത്. ദൃഷ്ടകേതു എന്ന് പറയുന്നത് സൺ ഓഫ് ശിശുപാല ഹു ഫോട്ട് ഓൺ of Pandavas. Shishupala was against Lord Krishna and not against Pandavas. Drishtaketu was killed by Drona in a fierce battle. Drishtaketu എന്ന് പറയുന്ന വ്യക്തി ശിശുപാലന്റെ മകനായിരുന്നു. ശിശുപാലന്റെ മകനായിരുന്നു. പക്ഷെ ശിശുപാലൻ പാണ്ഡവർക്കെതിരല്ലായിരുന്നു, കൃഷ്ണനെതിരായിരുന്നു. പക്ഷെ ദൃഷ്ടകേതുവിനെ ദ്രോണാചാര്യർ കൊല്ലുകയാണ് ചെയ്യുന്നത്. ചേകിതാന എന്ന് പറയുന്നത് യാദവ ഇൻ ഡൈനാസ്റ്റി ഓഫ് വൃഷ്ണി. ഹി വാസ് വെരി chivalrous Maharathi and was one of the commanders in chief of the Pandava army. ചേകിതാന എന്ന് പറയുന്നത് പാണ്ഡവരുടെ കൂടെയുള്ളതാണ്. കാശിരാജ എന്ന് പറയുന്നത് കേശി എന്ന് പറയുന്നത് കാശി എന്ന രാജ്യത്തെ രാജാവായിരുന്നു. പുരുജിത്, കുന്തിഭോജ, പുരുജിത് ആൻഡ് കുന്തിഭോജ ബ്രദേഴ്സ് ഓഫ് കുന്തി, ശൈബ്യ, ഇവരെല്ലാവരും പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളാണ്. അവർക്ക് ഉതകുന്നതായ യോദ്ധാക്കൾ നമ്മുടെ കൂടെയും ഉണ്ട് എന്ന് ഇവിടെ ദുര്യോധനൻ പറയുകയാണ്. സോ 7ാമത്തെ ശ്ലോകത്തില് അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജാതം താൻ ബ്രവീമിതേ. But for your information, O best of Brahmanas, let me tell you about the captains who are especially qualified to lead my military force. മുമ്പ് പാണ്ഡവരുടെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞ ഇനി നമ്മളുടെ സൈന്യത്തെക്കുറിച്ച് പറയാം എന്ന് ദ്രോണാചാര്യരോട് പറയുകയാണ് ദുര്യോധനൻ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ
അശ്വത്ഥാമ വികർണശ്ച സൗമദസ്തിസ്സ തഥൈവ ച. ഇവരെല്ലാവരും ഭീഷ്മദേവനും കർണനും കൃപനും അശ്വത്ഥാമാവും വികർണനും സോമദത്തനും ഗുരീശ്വരനും ഇവരെല്ലാവരും പല യുദ്ധങ്ങളും ജയിച്ചു വന്നവരാണ്. ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയാം. അന്യേച ഭഗവശൂര മദർത്ഥേ ത്യക്ത ജീവിതാഹ നാന ശാസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദ. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദുര്യോധനൻ തന്റെ തോൽവിയെ മണത്തറിഞ്ഞു എന്നുള്ളതിനൊരു സിമ്പൽ ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. മദർത്ഥേ ത്യക്ത ജീവിതാഹ, എനിക്ക് വേണ്ടി ജീവിതം ത്യജിക്കാനായി തയ്യാറായി വന്നവരാണ് ഇവരെന്നാണ് ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും മരിക്കും എന്ന് ദുര്യോധനൻ ഓൾറെഡി അറിയാമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്വിതീയം ഇതം യഥേഷാം ബലം ഭീമാഭിരക്ഷിതം. അതായത് ഭീമൻ നയിക്കുന്ന അല്ലെങ്കിൽ ഭീമന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യം വളരെ പരിമിതമാണ് അവരുടെ ശക്തി. എന്നാൽ ഭീഷ്മദേവന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള നമ്മളുടെ ശക്തി അല്ലെങ്കിൽ നമ്മളുടെ സൈന്യം എന്ന് പറയുന്നത് വളരെ ശക്തിമാന്യമുള്ള അല്ലെങ്കിൽ ശക്തി ആർജിച്ചതാണ് എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഇത്രയും കണ്ട ഭാഗങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുര്യോധനൻ തൻ്റെ മെറ്റീരിയൽ എക്സ്പേർട്ടൈസിനെ കൂട്ടിക്കാണിക്കുകയാണ്. ഉള്ളിലൊരു ഭയമുണ്ടെങ്കിലും യുദ്ധം നടക്കാൻ പോകുന്ന യുദ്ധത്തിനെ കുറിച്ച് നടക്കുന്നത് എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ ഉള്ള ഒരു ഭയത്തോടു കൂടിയാണ് അതിനെ കാണുന്നതെങ്കിലും താൻ അല്ലെങ്കിൽ തൻ്റെ സൈന്യം വളരെ ശക്തരാണ് എന്ന് അവിടെ ഭീമൻ അല്ലെങ്കിൽ ദുര്യോധനൻ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ലെസൺ എന്താണ് പറഞ്ഞത്, അതിന്റെ അവസാനം എന്താണ്, ഇത്രയും മഹത്തായ സൈന്യം ഉണ്ട് എന്ന് ദുര്യോധനൻ ക്ലെയിം ചെയ്തിട്ടും ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിജയം ആരുടെ കൂടെ ആയിരുന്നു എന്നും നമുക്കറിയാം. അതിനുള്ള ഏക കാരണം 18 അക്ഷൗണി സേന യുദ്ധത്തിൽ ഇറങ്ങിയതിൽ 11 അക്ഷൗണി സേന ദുര്യോധനന്റെ പക്ഷത്തും വെറും 7 അക്ഷൗണി സേന മാത്രമാണ് പാണ്ഡവരുടെ പക്ഷത്തും ഉണ്ടായിരുന്നത്. നാരായണീ സേന ഉൾപ്പെടെ ഉള്ള സൈന്യമായിരുന്നു ദുര്യോധനന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള സൈന്യം ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ വിജയം അവരുടെ പക്ഷത്ത് ഉണ്ടാകാൻ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ടാണ്. ഭഗവാൻ കൃഷ്ണൻ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, വിജയവും അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ആ യുദ്ധത്തിന്റെ വിജയം പാണ്ഡവ പക്ഷത്തായി. ഭൗതികപരമായി എത്രമാത്രം എക്സ്പേർട്ടൈസ് നമുക്കുണ്ടെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട്, നമ്മൾ ഇടയിലുള്ള ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടിരുന്നു, ഓരോ കാറ്റഗറിയിലുള്ളവര് എന്തിനു വേണ്ടിയാണ് ഭഗവത്ഗീത വായിക്കേണ്ടത് എന്നത്. സോ അതിൽ എത്രമാത്രം എക്സ്പേർട്ടായി ലേണഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ ഉന്നത നിലവാരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവർക്കും ഒരു റീസൺ ഉണ്ട് ഭഗവത്ഗീത വായിക്കാൻ. സോ ഈ ഒരു പാഠം ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്കിനിയും അടുത്ത ലെസണിലേക്ക് നമുക്ക് കിടക്കാം. ടുഡേ നെക്സ്റ്റ് ലെസൺ അടുത്ത ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ലെസൺ നമ്പർ 3. Where there is Krishna, there is always victory. അത് 12 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഭഗവാൻ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയാണ് വിജയം എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. 12ഉം 13ഉം ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭീഷ്മദേവൻ തന്റെ ശംഖ് വിളിക്കുന്നുണ്ട്. ഭീഷ്മദേവൻ ശംഖ് വിളിക്കുന്നു, തതസ്വേതേർ ഹൈർയുക്തേ മഹതി സ്യന്തനെ സ്ഥിതൗ
മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖോ പ്രദത്മുത. ഇത് 11, 12 മുതൽ 13 വരെ ശ്ലോകങ്ങളിൽ ഭീഷ്മദേവൻ ശംഖ് വിളിക്കുന്നുണ്ട്. പക്ഷേ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദിവ്യൗ ശംഖോ പ്രദത്മതോ മാധവ പാണ്ഡവശ്ചൈവ, മാധവൻ ഭഗവാനും പാണ്ഡവരും കൂടി ശംഖ് വിളിക്കുന്നു എന്നതാണ്. 15 മുതൽ 18 വരെ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷ്ണൻ, അർജുനൻ, യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ ഇവരെല്ലാവരും അവരവരുടെ ശംഖ് വിളിച്ചു. പാഞ്ചജന്യം, ദേവദത്തം, അനന്തവിജയ, പൗണ്ഡ്ര, സുഘോഷ, മണിപുഷ്പക. ഈ 6 പേര് ശംഖ് വിളിച്ചപ്പോ അതിന്റെ റെസ്പോൺസ് നമുക്ക് 19ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് കുരൂസ് ഹാർട്ട് ഷാറ്റേർഡ്. അവരുടെ ഹൃദയം പുലരുന്നത് പോലെ അവർക്ക് തോന്നി എന്നാണ് അവിടെ നമുക്ക് എക്സ്പ്രഷൻ കാണാൻ സാധിക്കുന്നത്. അത് ഇവരുടെ പാണ്ഡവന്മാരുടെ പക്ഷത്താണ് വിജയം എന്നതിനൊരു തെളിവാണ്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ 15 മുതൽ 18 വരെ ശ്ലോകങ്ങളിൽ, അധ്യായമല്ല, ഒന്നാമത്തെ അധ്യായത്തിൽ 15 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ പറഞ്ഞ തീർച്ചയായിട്ടും കൃഷ്ണനെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം, ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ആ ഒരു വിഷയം എന്നില്ല. ഈ 5 പേരാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്നവർ. ഇവിടെ ആരുടെയൊക്കെ ശംഖിന്റെ പേര് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ടുണ്ടോ, ഈ ഇത്രയും പേര് മാത്രമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഭീഷ്മദേവൻ ശംഖ് വിളിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഭീഷ്മദേവന്റെ ശംഖിന്റെ പേര് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ശംഖിന്റെ പേര് പറഞ്ഞവർ മാത്രമാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്നത്. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ, പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമ കർമ്മ വൃക്കോദര, സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്, നഭശ്ച പൃഥിവീം ചൈവ തുമോലോ അഭയാനുദയാൻ. സോ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, എന്താണ് അവിടെ പറയുന്നത്? The blowing of these different conches became uproarious. വളരെ ഒരു സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള ശബ്ദമാണ് ദുര്യോധനാദികൾക്ക് തോന്നിയത്. വൈബ്രേറ്റിംഗ് ബോത്ത് ഇൻ ദ സ്കൈ ആൻഡ് ഓൺ ദ എർത്ത്. ആകാശവും ഭൂമിയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ശബ്ദം കേട്ട് ഇറ്റ് ഷാറ്റേർഡ് ദ ഹാർട്ട്സ് ഓഫ് ദ സൺസ് ഓഫ് ധൃതരാഷ്ട്ര. ധൃതരാഷ്ട്രയുടെ പുത്രന്മാരുടെ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അഥ വ്യവസ്ഥിതം ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുർ ഉദ്യമയ പാണ്ഡവ ഋഷികേശം തഥാ വാക്യം ഇദം ആഹ മഹീപദേ. At that time Arjuna, the son of Pandu, seated on the chariot bearing the flag marked with Hanuman, took up his bow and prepared to shoot his arrows. O king, after looking at the sons of Dhritarashtra drawn in military array, Arjuna then spoke to Lord Krishna these words. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുനൻ കപിധ്വജ, ഹനുമാന്റെ ധ്വജത്തോടു കൂടിയ രഥത്തിൽ ഇരുന്ന ആ അർജുനൻ, പാണ്ഡുവിന്റെ പുത്രനായ അർജുനൻ തന്റെ ഗാണ്ഡീവം എടുത്ത് അമ്പ് എയ്യാൻ ആരംഭിച്ചു. അതിനു മുൻപ് ഭഗവാനോട് താഴെ പറയുന്ന വാക്കുകൾ സംസാരിച്ചു. ദാറ്റ് ഈസ് ലെസൺ നമ്പർ 4 ഫോർ us ടുഡേ. നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ലെസൺ ആണത്. വൈ ഡിഡ് ദ ഗ്രേറ്റ് ഹീറോ ആൻഡ് കൃഷ്ണ ഡിവോട്ടി അർജുന പുട്ട് ഹിസ് ബോ ഡൗൺ റിഫ്യൂസിംഗ് ടു ഫൈറ്റ്? അർജുനന് എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് നിന്നുകൊണ്ട് ഈ യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ തൻ്റെ ഗാണ്ഡീവം താഴെയിട്ടത്? ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നമുക്കും ജീവിതത്തിൽ പല പ്രാവശ്യവും പല അവസരങ്ങളിലും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. നമ്മൾക്ക് ഇത് വലിയൊരു അനുഭവമായിട്ട് തന്നെ നമുക്ക് മാറും.
അർജുനൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഭഗവാനും അർജുനനും സന്തത സഹചാരികളാണ്. എപ്പോഴും അവർ ഒരുമിച്ച് ജീവിച്ച് ഇരുന്നവരാണ്. ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു അവസരത്തിൽ മാത്രമല്ല, നരനാരായണ ഋഷിമാരാണ് അവർ. എല്ലായ്പ്പോഴും ഒരുമിച്ച് കളിച്ചിരുന്ന അവര് എങ്ങനെ അർജുനന് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണമായി? സോ അത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ്സ് മാത്രമാണ്. ഇന്ന് നമ്മൾക്ക് വിടുന്ന ഭഗവത്ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്കിനി ഈ ഒരു കാര്യത്തിൽ നിന്ന് പാഠം പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത പെട്ടെന്നൊരു 5-10 മിനിറ്റിനകം നമ്മുടെ സെഷൻ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. സോ why did the great hero Arjuna was hero and Krishna devotee, അത് ഭഗവാന്റെ ഭക്തനും കൂടിയാണ്, Arjuna put his bow down refusing to fight? അത് 1-ാമത്തെ അധ്യായത്തില് 27 മുതൽ 46-ാമത് ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിക്കും. 20-ാമത്തെ ശ്ലോകത്തില് അർജുന took up his bow and prepared to shoot arrows. തയ്യാറായി നിൽക്കുകയായിരുന്നു. 21-ഉം 23-ലും പറയുന്നു, അർജുന said to Krishna, "O infallible one, Achyuta, please draw my chariot between the two armies. രഥം സ്ഥാപയമേ അച്യുത." അച്യുത, എന്റെ രഥത്തെ 2 സൈന്യത്തിന്റെ നടുക്കോട്ട് എന്റെ രഥത്തെ കൊണ്ട് നിർത്തിയാലും ഞാനൊന്ന് കാണട്ടെ ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്. 24-25, Lord then drew the chariot between the two armies at the request of Gudakesha Arjuna. ഗുഡാകേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഉറക്കത്തിനെ പോലും കൺട്രോൾ ചെയ്ത അർജുനൻ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അർജുന സീസ് ഓൾ കൈൻഡ്സ് ഓഫ് റിലേറ്റീവ്സ്, എല്ലാ തരത്തിലുള്ള ബന്ധുമിത്രാദികളെയുമാണ് അർജുനൻ അവിടെ കാണുന്നത്. സോ അച്യുത എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇൻഫാലിബിൾ. ഭഗവാൻ ഒരിക്കലും ഒന്നിലും താഴെ പോകുന്നവനല്ല. The Lord never fails in affection for his devotees. ഇവൻ ഭക്തന്മാരോടുള്ള സ്നേഹപ്രകടനത്തിന് പോലും ഭഗവാൻ ഒരിക്കലും താഴുന്നില്ല. Thus engaged in the service of his friend out of his causeless mercy. അങ്ങനെ അർജുനന്റെ സാരഥിയാകാൻ പോലും ഭഗവാൻ തയ്യാറായി. പക്ഷേ എന്നിട്ടും ഭഗവാന്റെ ആ സൂപ്രമസിക്ക് ഒരു ചലഞ്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പരമദിവ്യോത്തമ പുരുഷൻ എന്ന സ്ഥാനത്തിന് ഒരു വെല്ലുവിളി നമുക്ക് കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. The relationship between the Lord and his servitor is very sweet and transcendental. The servitor is always ready to render service to the Lord. And similarly, the Lord is always seeking an opportunity to render some services to his devotee. ഭഗവാന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സൂർദാസ് അന്ധനായ ഒരു പോയറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭക്തനായിരുന്നു. ഭഗവാൻ ഏത് തരത്തിലും തന്റെ ഭക്തനെ സേവിക്കുന്നതിനൊരു അവസരം കാത്തിരിക്കുകയാണ്. അതാണ് അർജുനന്റെ സാരഥിയാകാൻ തയ്യാറായിട്ടുള്ളത്. നാളെ നമുക്ക് ഇന്ന് സമയത്തിന്റെ അഭാവം പോലെ ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. പക്ഷെ വളരെ മനോഹരമായ ഒരു കാര്യം നമുക്ക് ഈ ഒരു പൊസിഷനിൽ അറിയാനുണ്ട്. അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ വരുന്നതിന്റെ യഥാർത്ഥമായ ഇത്. സോ ഇനി അർജുനൻ ഉണ്ടാകുന്ന, കൃഷ്ണ ഹാസ് പുട്ട് അർജുന അണ്ടർ ഇല്യൂഷൻ. അർജുനൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ കൃഷ്ണൻ അർജുനനെ ആ സിറ്റുവേഷനിലേക്ക് ഇടുകയാണ് ചെയ്തത്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? താൻ സമീക്ഷ്യ സ കൗന്തേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതം അബ്രവീത്. വളരെ വിഷമത്തോടുകൂടി അർജുനൻ പറയാൻ ആരംഭിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അർജുനന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അർജുനന് എന്തുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യണ്ട എന്ന് പറയാൻ കാരണം,
കമ്പാഷൻ ഫോർ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. 1-ാം അധ്യായത്തിൽ 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. ഇതിൽ നമുക്ക് സ്പഷ്ടമായിട്ട് ആർക്കെങ്കിലും നോട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോട്ട് എടുക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുനന്റെ ചോദ്യമാണ് അല്ലെങ്കിൽ അർജുനന്റെ യുദ്ധം ചെയ്യണ്ട എന്നുള്ള അഭിപ്രായമാണ് 28 മുതൽ 30 വരെ ശ്ലോകങ്ങൾ കാണുന്നത്. ഇതിന്റെ ഉത്തരം നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 30 വരെ ശ്ലോകങ്ങൾ കാണാൻ സാധിക്കും. നോ എൻജോയ്മെന്റ് ഈവൻ ഇഫ് വിക്ടോറിയസ്, അതായത് വിജയം കിട്ടിക്കഴിഞ്ഞാൽ പോലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആനന്ദിക്കാൻ സാധിക്കത്തില്ല. കാരണം എല്ലാ ബന്ധുമിത്രാദികളും മരിച്ചു പോകും. പിന്നെ ആരുടെ മുമ്പിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്? 1-ാം അധ്യായത്തിൽ 31 മുതൽ 35 വരെ ശ്ലോകങ്ങൾ അർജുനൻ ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ഉത്തരം ഭഗവാൻ 2-ാം അധ്യായത്തിൽ 31 മുതൽ 37-ാമത്തെ ശ്ലോകം വരെ അതിന് ഉത്തരം നൽകും. ഇതെല്ലാം നാളെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഭയമാണ് ചെയ്യാൻ പോകുന്ന പ്രക്രിയ അല്ലെങ്കിൽ ക്രിയ, കർമ്മം. യുദ്ധം എന്നത് തീർച്ചയായിട്ടും കൊലപാതകമാണ്, മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പാപഫലങ്ങളെക്കുറിച്ച് ഭയന്ന അർജുനൻ 36 മുതൽ 38 വരെ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ഭഗവാൻ 2-ാം അധ്യായത്തിൽ 33-ാമത് ശ്ലോകവും 38 മുതൽ 53-ാമത്തെ ശ്ലോകത്തിൽ കൂടെ ഇതിനുള്ള ഉത്തരം ഭഗവാൻ നൽകുകയാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ട്രഡീഷൻ, അതായത് പിതൃക്കന്മാർക്ക് ബലിയർപ്പിക്കുന്നത്, വർണ്ണസങ്കരം മുതലായ പല പ്രധാനപ്പെട്ട പോയിന്റുകൾ 39 മുതൽ 43-ാമത്തെ ശ്ലോകം വരെ അർജുനൻ അഭിപ്രായപ്പെടുമ്പോൾ 2-ാം അധ്യായത്തിൽ 45ഉം 46ഉം പിന്നെ 3-ാം അധ്യായത്തിൽ 24-ാമത് ശ്ലോകത്തിൽ കൂടി ഭഗവാൻ ഇതിനുള്ള ഉത്തരവും കൊടുക്കുന്നുണ്ട്. ഇൻഡിസിഷൻ, ഇത് 2-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അർജുനൻ യുദ്ധം ചെയ്യേണ്ട എന്നുള്ളതിനുള്ള അഭിപ്രായപ്പെടുന്ന ഒരു പോയിന്റ് ശ്ലോകം 2-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇത് നമ്മൾ അടുത്ത ദിവസം കാണുന്നതാണ്. ഇതിന്റെ ഉത്തരം 2-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്നുണ്ട്. അർജുനന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ വിറയ്ക്കുകയായിരുന്നു. വായ് ഡ്രൈ ആയി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരുപാട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ വായൊക്കെ ഡ്രൈ ആവും, വെള്ളം കുടിക്കണമെന്ന് തോന്നും. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വിറച്ചു. ശരീരത്തിലെ രോമങ്ങൾ ഓരോന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഗാന്ധീവം തന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അദ്ദേഹത്തിന് ശരീരം ഭയങ്കരമായിട്ട് ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ചൂടാകുന്നത് പോലെ തോന്നി. അതിനവിടെ നിൽക്കാൻ സാധിച്ചില്ല അധിക നേരം. സ്വയം മറന്നുപോയുന്ന അവസ്ഥ, തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം എല്ലാ അശുഭകരമായ അശുഭകരങ്ങളായ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി. അവിടെ ഭഗവാനെ വിളിക്കുകയാണ്, ഓ കൃഷ്ണ, കില്ലർ ഓഫ് ദ കേശിഡമൺ, ഓ കേശവ എന്ന പേരാണ് അർജുനൻ അവിടെ ഭഗവാനെ വിളിക്കുന്നത്. അർജുനൻ പറയുന്ന സെക്കൻഡ് റീസൺ ഫോർ സീയിങ് നോ എൻജോയ്മെന്റ് ഇൻ വിക്ടറി എന്താണ്? നച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനം ആഹവേ ന കാക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച്ച. അല്ലയോ കൃഷ്ണ, തൻ്റെ ബന്ധുമിത്രാദികൾ, തൻ്റെ അമ്മാവന്മാരും സഹോദരങ്ങളും ബന്ധുമിത്രാദികളെല്ലാം അപ്പുറത്തെ സൈഡ് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെ കൊന്നിട്ട് ഞാൻ എന്തിനാണ് ഈ സുഖം അനുഭവിക്കുന്നത്? എനിക്ക് ശ്രേയവും വേണ്ട, എനിക്ക് എൻ്റെ ജനങ്ങളെ എല്ലാം കൊന്നിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ത്യാഗത്തില് എനിക്ക് വിജയവും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് സുഖവും വേണ്ട കൃഷ്ണ എന്നാണ് അർജുനോട് പറയുന്നത്. നച്ച രാജ്യം ന കാക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച. നോ പ്ലഷർ വിത്തൗട്ട് റിലേറ്റീവ്സ്. ഇവരെല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് സന്തോഷം അനുഭവിക്കേണ്ടത്? ഇഫ് വി സ്ലേ സച്ച് അഗ്രസേഴ്സ് ആതദായിനഹ സിൻ വിൽ ഓവർകം അസ്. അഗ്രസേഴ്സ് അല്ലെങ്കിൽ ആതദായിനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശാസ്ത്രപ്രകാരം 6 തരത്തിലുള്ള അഗ്രസേഴ്സ് ആണുള്ളത്.
അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നാളെ ദിവസം ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് സമയത്തിൻ്റെ അഭാവം മൂലം നമ്മൾ പെട്ടെന്ന് പോകേണ്ടത് നമുക്ക് തീർക്കേണ്ടതുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് നാളെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഈ അഗ്രസേഴ്സ് 6 തരത്തിലുള്ള അഗ്രസേഴ്സിനെ കൊല്ലുന്നത് കൊണ്ട് എനിക്ക് പാപം അനുവരില്ലേ? These greedy men see no fault, but we can see. ഹരേ കൃഷ്ണ, പ്രഭു ഔട്ടായെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഒത്തുകൊണ്ട് ഹരേ കൃഷ്ണ. ക്ഷമിക്കുക, ചില സാങ്കേതികമായ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, അതിൽ ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു കേൾക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, സോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത് യെസ്, ദീസ് ഗ്രീഡി മെൻ സീ നോ ഫോൾട്ട് ബട്ട് വി ക്യാൻ സീ. ഇവര് വളരെ അത്യാഗ്രഹത്തോടു കൂടിയുള്ള വ്യക്തികളാണ് എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അവരുടെ ആ തെറ്റുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച്, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളുടെ തെറ്റുകളെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അർജുനൻ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് അർജുനൻ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ കൂടിയാണ്. 4ാമത്തെ റീസൺ, ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ഡിസ്ട്രോയിങ് ദ ഫാമിലി. എന്തൊക്കെയാണ്? കുലക്ഷയെ, ഡിസ്ട്രക്ഷൻ ഓഫ് ഡൈനാസ്റ്റി. പ്രണശ്യന്തി കുലധർമാഹ, ഫാമിലി ട്രഡീഷൻ സ്റ്റോപ്സ്. അധർമ്മോ അഭിഭയാ, irreligion increases. Pradushanti kulastriyah, women become polluted. Varna sankaraha, unwanted progeny by mixture of castes. So നരക, അതുകൊണ്ട് വർണ്ണസങ്കരം കൊണ്ട് എന്താകും? നരകത്തിൽ പോകും. To destroy the family and family traditions. Padanti pitaro, forefathers fall down, deprived of pinda offering of food and water. അതായത് പിണ്ടോദക ക്രിയ, പിണ്ടമർപ്പിക്കാതെ പിതാമഹന്മാർ അല്ലെങ്കിൽ പൂർവജന്മാരെല്ലാവരും നരകത്തിലേക്ക് പോകും. പിന്നെ എന്താണ് പറയുന്നത്? ഈ കുലസ്ത്രീയ, കുലധർമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർണ്ണസങ്കര എന്ന് പറയുന്ന ഇത് ഉണ്ടാകും, അൺവാണ്ടഡ് പോപ്പുലേഷൻ. സഞ്ജയ് വാച ഏവം ഉക്ത്വാർജുന സാഖ്യേ രഥോപസ്ഥ ഉപാവിസത് വിസൃജ്യ സസരം ചാപം ശോക സംവിഘ്ന ആനസഹ. Qualification for enlightenment. Only a kind, soft-hearted and non-violent person like Arjuna is fit to receive self-knowledge. ഇവിടെ അർജുനന് ഈ എല്ലാ ഗുണങ്ങളും ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം തൻ്റെ അമ്പും വില്ലും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഭഗവാന്റെ പാതാരബന്ധങ്ങളിലേക്ക് സ്വയം അർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ടുഡേയ്സ് സെഷൻ. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഈ ഇതിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. താങ്ക് യു. വളരെ 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 ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. പ്ലീസ് ജോയിൻ അസ് ടുമോറോ. നാളെ നമ്മളുകൂടെ ജോയിൻ ചെയ്യുക. നാളെ നമ്മൾ കണ്ടന്റ് ഓഫ് ഗീത സമ്മറൈസ്ഡ് എന്ന 2ാമത്തെ അധ്യായത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അർജുനന്റെ ഉണ്ടായ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി ഭഗവാൻ നാളെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ എല്ലാവരും നാളത്തെ ദിവസം ജോയിൻ ചെയ്യുക. നമ്മൾ ഒഫീഷ്യലി നമ്മളിവിടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഐ ആം അവൈലബിൾ അനദർ മേ ബി 5 minutes. ഹരേ കൃഷ്ണ.